ഇത് സാധാരണയല്ലേ, ഇതെല്ലാം പെണ്ണുങ്ങളിൽ ഉള്ളതല്ലേ, അമ്മ പറയും, അമ്മൂമ്മ പറയും, എന്നാൽ ഇത് നോർമൽ അല്ല. ആർത്തവ സമയത്തുള്ള രക്തസ്രാവം എപ്പോഴാണ് നമ്മൾ അമിതമാണെന്ന് നമ്മൾ പറയേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് എല്ലാ ആർത്തവത്തിലെ രക്തസ്രാവം നോർമൽ അല്ല. ഒരേ മാസം 2 പ്രാവശ്യം മാസമുറ വരികയോ, സെക്ഷുവൽ ഇന്റർകോഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലീഡിംഗ് ഉണ്ടാകുകയോ, മാസമുറ വരുന്ന സമയത്ത് ഏറെ ബ്ലഡ് ക്ലോട്ടുകളായിട്ടോ അല്ലെങ്കിൽ എല്ലാ മണിക്കൂറുകളിലും നമ്മൾക്ക് പാഡോ മെൻസ്ട്രൽ കപ്പോ മാറ്റേണ്ട ഒരു അവസ്ഥ വരികയോ, 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ, അസഹനീയമായ പെയിൻ ഉണ്ടാകുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അത് നോർമൽ അല്ല. തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിച്ച് അതിനുള്ള റീസണും അന്വേഷിച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ അമിത രക്തസ്രാവം വരാൻ സാധിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ പ്രധാനമായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ചെറിയ യൂട്രസിലുള്ള അല്ലെങ്കിൽ ഗർഭപാത്രത്തിന്റെ ഉള്ളറയിലുള്ള ദശകൾ അല്ലെങ്കിൽ കട്ടിപ്പ്. അത് ഒരു കാരണമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വളരെ കോമൺ ആയിട്ട് നമ്മൾ സ്ത്രീകളിൽ കാണുന്നതാണ് ഗർഭപാത്രത്തിലെ മുഴകൾ, അതാണ് ഫൈബ്രോയിഡ്സ്. അത് പല സ്ഥലങ്ങളിലായിട്ട് യൂട്രസിന്റെ ഭിത്തിയിലായിട്ടും പുറമെയായിട്ടും ഉള്ളറയിലായിട്ടും ഉണ്ടാകാം. അതിന്റെ സ്ഥാനത്തിന്റെ അനുസരിച്ചും അതിന്റെ വലിപ്പത്തിന്റെ അനുസരിച്ചും ഓരോ സ്ത്രീകളിലും വ്യത്യസ്തമായ രീതിയിലുള്ള രക്തസ്രാവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനോട് കൂടെ യൂട്രസിന്റെ ഭിത്തിക്ക് കട്ടി കൂടുന്ന ഒരു അവസ്ഥയെയാണ് നമ്മൾ അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അഡിനോമയോസിസിൽ യൂട്രസിന്റെ ഭിത്തി കൂടുതൽ തിക്നെസ് ആർജിക്കുകയും അതുമൂലം മാസമുറയുടെ സമയത്ത് അമിതമായ രക്തസ്രാവത്തിനോട് ചേർന്ന് വളരെയേറെ കഠിനമായ വേദനയും സ്ത്രീകൾ അനുഭവിക്കുന്നു. അത് തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റിന് വിധേയമാക്കേണ്ടതാണ്. അതുപോലെ നമ്മൾക്ക് കൺസേണിംഗ് ആയിട്ടുള്ള ഇപ്പോൾ വളരെയേറെ പ്രാബല്യത്തിലുള്ള സംസാരമാണ് പോളിസിസ്റ്റിക് ഓവറീസ്. അതിന്റെ പേരിപ്പം മാറി പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് വന്നെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഹോർമോണൽ വ്യതിയാനങ്ങൾ മൂലവും അല്ലാതെ തൈറോയിഡ് വ്യതിയാനങ്ങളാകാം. ഇതെല്ലാം അമിതമായ രക്തസ്രാവത്തിന് കാരണമൊരുക്കാം. വളരെ അപൂർവമായിട്ട് ചില പേഷ്യൻസ് അല്ലെങ്കിൽ ചില സ്ത്രീകൾ ബ്ലീഡിംഗ് ഡിസീസസ് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥകളിന് വേണ്ടി ചികിത്സയിലായിരിക്കും. സോ ബ്ലീഡിംഗ് നിൽക്കാത്ത അവസ്ഥകളുള്ള സ്ത്രീകളിലും ഇതുപോലെ രക്തസ്രാവം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില മെഡിസിൻസ് നമ്മൾ ഓഫ് ദ കൗണ്ടർ ചിലപ്പോൾ എസ്പെഷ്യലി അഡോളസെന്റ് ഗേൾസ് ആയിട്ടുള്ള ചെറുപ്രായത്തിലുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഗേൾസ് പോയി ഓഫ് ദ കൗണ്ടർ ചില ഹോർമോണൽ മെഡിസിൻസ് പീരിയഡ്സ് നീട്ടി വെക്കാനൊക്കെ കഴിക്കുന്ന മെഡിസിൻസ് പ്രോപ്പർ രീതിയിൽ കഴിച്ചില്ലെങ്കിലും രക്തസ്രാവം ഡിഫറെന്റ് രീതിയിൽ നമുക്ക് പേഷ്യൻസിന് നമ്മളുടെ അടുത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൽ എല്ലാ അമിത രക്തസ്രാവം ആർത്തവത്തിലുള്ളത് നോർമൽ അല്ല. നോർമൽ അല്ലാത്തതിന് തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് ഉണ്ട്. പല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. ഡോക്ടറെ സമീപിച്ച് അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. അതിൽ മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട്, സർജിക്കൽ മാനേജ്മെന്റ് ഉണ്ട്. യുക്തമായ പേഷ്യന്റിന് യുക്തമായ ട്രീറ്റ്മെന്റ് നമ്മൾ നൽകുന്നതാണ്.